നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അങ്ങനെ റാപ്പപ്പ് ആയേക്കാണ്. ഇന്ന് വന്നേക്കുന്ന ലേറ്റസ്റ്റ് പോസ്റ്ററിനെ കുറിച്ച് ഡീകോഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല വന്നത്, പൃഥ്വിരാജ് ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും ഒരു അടിപൊളി ക്യാപ്ഷൻ കൊടുത്തേക്കുന്ന സമയത്ത് അതിനകത്ത് കൊടുത്തേക്കുന്ന നമ്പേഴ്സും ഒപ്പം തന്നെ ഈ ഒരു പോസ്റ്ററിനകത്ത് കാണുന്ന വ്യക്തി ആരാന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഡീകോഡിംഗ് ആണ് നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേയ്സ് വീഡിയോ. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അങ്ങനെ റാപ്പപ്പ് ആയേക്കാണ്. നീണ്ട 14 മാസത്തെ ഷൂട്ടിങ്ങിന് ശേഷം ഒരു വലിയ സിനിമയുടെ പാക്കപ്പ് അങ്ങനെ ആയേക്കാണ്. ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ടൈം തന്നെയാണ്. ഇന്ന് രാവിലെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി റാപ്പപ്പ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് സുകുമാരൻ്റെ തന്നെ ഒരു പോസ്റ്റ് കാണാനായിട്ട് പറ്റിയായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽ ആണ് മച്ചാൻ കരുതി വെച്ചേക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവിടെ പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കാണുന്ന സമയത്ത് at 5:35 AM today by the banks of Malampuzha Reservoir we can the final shot of L2E Empuran. See you in theaters in 117 days. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും 5:35 AM തന്നെ ഈ ഒരു സിനിമ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം ഞങ്ങൾ റാപ്പപ്പ് ചെയ്തു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. ഒപ്പം തന്നെ 117 എന്ന് പറയുന്ന നമ്പറിന്റെ പ്രത്യേകത എന്താണെന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ കൃത്യമായിട്ട് ഡീകോഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കുറച്ച് നാൾ മുമ്പ് എമ്പുരാന്റെ പോസ്റ്ററായിട്ട് ഒരു ലേറ്റസ്റ്റ് പോസ്റ്റ് കാണാനായിട്ട് പറ്റിയായിരുന്നു. ഒരു അപ്ഡേറ്റ് പോസ്റ്റർ ആയിരുന്നു. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡ്രാഗൺ ടാറ്റു വെച്ചുകൊണ്ട് ആരൊരാളിങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. വിവേക് ഒബ്രോയുടെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് തന്നെ തോന്നിയിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം ആ ഒരു ഡ്രാഗൺ ടാറ്റുവിന്റെ സിഗ്നിഫിക്കൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത്. പക്ഷേ ലൂസിഫർ സിനിമയുടെ അവസാന ഭാഗത്ത് ഈ ഖുറേഷി അബ്രാത്തിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഷോട്ട് കാണിക്കുന്ന സമയത്ത്, ആ ഒരു ഹെലികോപ്റ്ററിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് കാണിക്കുന്ന സമയത്ത് അവിടെ ഒരാളൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഒസാമ കാ ബേട്ട ഹേ, കബൂഗ ഹേ, ദാവൂദ് ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിനകത്ത് ഈ കബൂഗ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്നുള്ളൊരു കാര്യം ഒസാമ ബിൻ ലാദനും അതുപോലെ തന്നെ ദാവൂദ് ഇബ്രാഹിം ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാന്നുണ്ടെങ്കിലും ഈ കബൂഗ എന്ന് പറയുന്ന ഒരാൾ ആരാന്നുള്ളൊരു കാര്യം ഞാൻ അന്ന് തന്നെ ചിന്തിച്ചിരുന്നൊരു കാര്യം തന്നെയായിരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ലൂസിഫറിന്റെ എമ്പുരാൻ സിനിമയുടെ കാസ്റ്റിന്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഇയാളുടെ പേര്, ഇയാളുടെ ഈ സിനിമയിൽ വന്നേക്കുന്ന കഥാപാത്രത്തിന്റെ പേര് എന്ന് പറയുന്നത് കബൂഗ എന്നാണ്. അതായത് ലൂസിഫർ സിനിമയിൽ പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയലോഗ് തന്നെ വളരെ വ്യക്തമാണ്. ദാവൂദ് ഇബ്രാഹിമിനെ പോലെയും ഒസാമ ബിൻ ലാദനെ പോലെയും അത്രയും മാത്രം റേഞ്ചിലുള്ള ഒരാളാണ് സിനിമയിൽ വരാൻ പോകുന്ന ഒരു വില്ലൻ എന്ന് പറയുന്ന സമയത്ത് കബൂങ്ക എന്ന് പറയുന്നത് വളരെ ശക്തനായിട്ടുള്ള വില്ലനാണ്. ആ കഥാപാത്രം ചെയ്തേക്കുന്നത് ഇദ്ദേഹമാണ്. എറിക് എബൌനെ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു കഥാപാത്രം ചെയ്തേക്കുന്നത്. പുറത്തുനിന്നുള്ള ഒരാളാണ്. ഒരു ഇന്റർനാഷണൽ വില്ലനാണ് ഈ സിനിമയിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം 99% ഇപ്പോൾ ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കബൂങ്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഓൾറെഡി റിവീൽ ആയിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട വില്ലനായിട്ട് വരാൻ പോകുന്നത് ഇദ്ദേഹം തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വില്ലനാണോ അതോ ഇദ്ദേഹത്തിന്റെ കൂടെ വരുന്ന ഓൾറെഡി നമ്മുടെ ലൂസിഫർ എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്ന ഒരു വില്ലനാണ്. അദ്ദേഹം ഒരു സാത്താന്റെ ജന്മമാണ്, അല്ലെ, ഒരു ഫാളൻ ഏഞ്ചൽ ആണ് അദ്ദേഹം എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന ഒരു കഥാപാത്രമാണെന്നുള്ളൊരു കാര്യം പോലും പറയാൻ പറ്റില്ല. പക്ഷെ വളരെ ശക്തമായിട്ടൊരു കഥാപാത്രമാണ് ഈ കബൂങ്ക എന്നുള്ളൊരു കാര്യം തന്നെയാണ് അക്കോർഡിംഗ് ടു ലൂസിഫറിന്റെ ഒരു കണക്ട് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് പൃഥ്വിരാജ് സുകുമാരൻ ഇട്ടേക്കുന്ന പോസ്റ്റ് കാണുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സിനിമകളുടെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ലൂസിഫർ സിനിമയുടെ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ട വരുന്ന കാറിന്റെ നമ്പർ അടക്കം എല്ലാത്തിനും ഒരുപാട് സാത്താൻ സിഗ്നിഫിക്കൻസുകൾ ഉണ്ടായിരുന്നു, അല്ലെ. ഇലുമിനാറ്റി എന്ന് പറയുന്ന സംഭവം നമ്മൾ കേട്ട തന്നെ ബേസിക്കലി ലൂസിഫർ സിനിമ കണ്ടേക്കുന്ന സമയത്ത് തന്നെയായിരിക്കും. ഒരുപാട് ഹിഡൻ ഡീറ്റെയിലുകൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ചെയ്തേക്കുന്ന ഒരു സിനിമ തന്നെയാണ് ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്, അല്ലേ. അത്തരത്തിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കുന്ന സമയത്താണ് ഒരു കാര്യം കണക്ട് ആയത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് at 5:35 AM ഇന്ന് രാവിലെ 5:35 AM സിനിമയുടെ കംപ്ലീഷൻ, സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് ഇവിടെ കൃത്യമായിട്ട് ഇട്ടേക്കുന്നത്. അവിടെ ഇനി ഒരു കാര്യം കൂടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 117 ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഇനി തിയേറ്റേഴ്സിൽ സിനിമ കാണാമെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട്, അതായത് മാർച്ച് 27 തീയതി 2025 മാർച്ച് 27 തീയതി സിനിമ റിലീസ് ആവാനായിട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങനെ കാണാനായിട്ട് പറ്റും. പക്ഷേ 5:35 AM എന്ന് പറയുന്ന ഒരു സംഭവം കാണിക്കുന്ന സമയത്താണ് എന്തുകൊണ്ടാണ് ഈ 5:35 AM ഒരു കണക്ക് ഇവിടെ പറയേണ്ട ആവശ്യം എന്നുള്ളൊരു കാര്യം ചിന്തിച്ചത്. അങ്ങനെ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് 5:35 ഒരു സിഗ്നിഫിക്കൻസ് ഇങ്ങനെ നോക്കി പോകുന്ന സമയത്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണാൻ പറ്റിയത്. 5:35 എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ന്യൂമറോളജി അനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഏഞ്ചൽ നമ്പറാണ്. ഏഞ്ചൽ നമ്പർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീക്വൻസി വരുന്ന നമ്പറാണ്. ആദ്യം 5, അവസാനം വരുന്ന നമ്പർ എന്ന് പറയുന്നതും 5 ആണ്. ഈ ഏഞ്ചൽ എന്ന് പറയുന്ന എന്താണ് ഈ ഒരു ഏഞ്ചൽ എന്നുള്ളൊരു കാര്യം ഇങ്ങനെ സിഗ്നിഫൈ ചെയ്ത് പോകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലൂസിഫർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഏഞ്ചൽ അല്ലേ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ലൂസിഫറിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് ഈ ലൂസിഫർ അഥവാ സാത്താൻ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ക്രിസ്ത്യാനിറ്റി കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലൂസിഫർ ഈസ് എ ഫാളൻ ഏഞ്ചൽ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഫാളൻ ഏഞ്ചൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഏഞ്ചൽ, ഒരു മാലാക
പിന്നീട് താൻ തന്നെയാണ് ദൈവം എന്നുള്ളൊരു കാര്യം സ്വമേധയെ ചിന്തിച്ച സമയത്താണ് ദൈവം ഈ ഒരു മാലാഖയെ പിടിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു മാലാഖ. ആ ഒരു ആംഗിൾ ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു ഏഞ്ചൽ നമ്പറിന്റെ സീക്വൻസ് ബേസിക്കലി ഒരു പക്കയായിട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്നുള്ളൊരു കാര്യത്തിന് എനിക്ക് തോന്നിയത്. കാരണം ഈ 535 എന്ന് പറയുന്ന ഒരു നമ്പർ സൂചിപ്പിക്കുന്നത് ഒരു ഏഞ്ചൽ നമ്പറിനെ തന്നെയാണ്. ആ ഒരു സീക്വൻസ് കൃത്യമായിട്ട് അതുകൊണ്ട് തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിട്ടേക്കുന്നത്. ഈ ഒരു ഏഞ്ചൽ നമ്പറിനെ, ഒരു ഫാളൻ ഏഞ്ചലിനെ സൂചിപ്പിക്കാൻ തന്നെയാണ് ഈ ഒരു 535 എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കൻസ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ ഈ 117 എന്ന് പറയുന്ന 117 ദിവസങ്ങൾക്ക് ശേഷം കാണാം എന്നുള്ളൊരു കാര്യം ഇവിടെ കൃത്യമായിട്ട് പറയുന്ന സമയത്ത് 117 എന്ന് പറയുന്ന ഒരു നമ്പറിന്റെ സിഗ്നിഫിക്കൻസ് കൂടി ഇങ്ങനെ നോക്കി പോകുന്ന സമയത്താണ് ഇതിനകത്തും ഒരു ഏഞ്ചൽ നമ്പറിന്റെ സിഗ്നിഫിക്കൻസ് കാണാനായിട്ട് പറ്റിയത്. ചില ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 117 എന്ന് പറയുന്ന നമ്പർ സൂചിപ്പിക്കുന്നത് ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെയാണ്. ശരിക്കും ഈ ലൂസിഫർ എന്ന് പറയുന്ന ലാലേട്ടൻ ഈ സിനിമയിൽ ചെയ്തു വെച്ചേക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഈ നാടിനെ രക്ഷിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് അല്ലെ. ഈ സിനിമയുടെ ഒന്നാം ഭാഗം കണ്ടേക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ മേലെ അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന, അതിനെല്ലാം സംരക്ഷിച്ചു പോകുന്ന ഒരാളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ലൂസിഫർ എന്ന് പറയുന്ന കഥാപാത്രമാണ്. ആ ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ കൃത്യമായിട്ട് സിഗ്നിഫൈ ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ 117 എന്ന് പറയുന്ന നമ്പർ കൂടി കൃത്യമായിട്ട് കൊടുത്തേക്കുന്നത്. 117 എന്ന് പറയുന്ന നമ്പർ സൂചിപ്പിക്കുന്നത് ഗാർഡിയൻ ഏഞ്ചലിനെയാണ്. ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റർ വന്നായിരുന്നു. ഈ ഒരു പോസ്റ്റ് കാണുന്ന സമയത്ത് ഭയങ്കര അടിപൊളി ഒരു വേറെ ലെവൽ പടാണ് മലയാളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു തോന്നൽ തരുന്ന തരത്തിൽ തന്നെയായിരുന്നു ലൂസിഫറിന്റെ ലേറ്റസ്റ്റ് പോസ്റ്റർ വന്നായിരുന്നത്. കുറച്ചാൾ മുമ്പ് തന്നെ ഒരു പോസ്റ്റർ, 2-3 പോസ്റ്റേഴ്സ് വന്നേക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ സിനിമയ്ക്കകത്തുള്ള റിയൽ സംഭവങ്ങൾ, യഥാർത്ഥ ഹെലികോപ്റ്റർ ഷോട്ട്സുകളിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് എടുത്തേക്കുന്ന ഒരു യഥാർത്ഥമായിട്ടുള്ള റിയൽ ആയിട്ടുള്ള VFX യൂസ് ചെയ്യാതെ എടുത്തേക്കുന്ന ഒരു അടിപൊളി പോസ്റ്റേഴ്സ് ആയിരുന്നു ഈ സിനിമയുടെ അനൗൺസ്മെന്റ് തൊട്ട് തന്നെ വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സിനിമയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു സീക്വൻസിൽ നിന്ന് വരുന്ന ഒരു പോസ്റ്ററാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റിയ ഒരു മിലിറ്ററിയുടെ സീക്വൻസാണ് കാണാൻ വരുന്നത്. ഇന്ത്യൻ മിലിറ്ററി ആയിട്ട് കണ്ടിട്ട് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നു അഫ്ഗാനിസ്ഥാൻ ആണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. എന്തിനാണെങ്കിലും ഒരു വലിയ സിനിമ തന്നെയാണ് റിലീസാകാൻ പോകുന്നത്. 14 മാസങ്ങൾക്കുള്ളിൽ ഷൂട്ട് ചെയ്തേക്കുന്ന, ഓൾമോസ്റ്റ് 8 സംസ്ഥാനങ്ങളിൽ 4 രാജ്യങ്ങളായിട്ട് ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു വലിയ സിനിമ എന്ന് പറയുന്ന സമയത്ത് തന്നെ സിനിമയുടെ ക്യാൻവാസ് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലേ. 4-5 ലാംഗ്വേജുകളിൽ, മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നിങ്ങനെയുള്ള ഒരുപാട് ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് അവിടെ തന്നെ ഒരു പാൻ ഇന്ത്യ സിനിമയായിട്ട് വരാൻ പോകുന്ന, ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ക്യാൻവാസ് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. ഇന്നാളെ ഒരു പോസ്റ്റ് കാണാൻ പറ്റിയായിരുന്നു. ഈ ലൂസിഫർ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അടുത്ത കാലത്തൊന്നും ഒരു മലയാള സിനിമയ്ക്ക് ഇനി എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും വലിയൊരു ബഡ്ജറ്റിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 100 കോടിയുടെ പടമായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ പോയാലും അതിലും മേലെ വലിയൊരു ബഡ്ജറ്റ് വന്നിരിക്കുന്ന സിനിമയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാലേട്ടന് തന്നെ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടിയിരിക്കുന്ന, ഓൾമോസ്റ്റ് 20 കോടി രൂപയുള്ള റെമ്യൂണറേഷൻ കിട്ടിയിരിക്കുന്ന ഒരു സിനിമ എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ സിനിമയുടെ സ്കെയിൽ വളരെയധികം വലുതാണ്. എന്തായാലും കണ്ടറിയാം. നമുക്ക് എന്തായാലും കൃത്യമായിട്ടൊരു അപ്ഡേറ്റിനെ കുറിച്ച് ഇനി ഒരുപാട് അപ്ഡേറ്റുകൾ കിട്ടുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാർച്ച് 27-ാം തീയതി 2025 മാർച്ച് 27-ാം തീയതി സിനിമ റിലീസാകും എന്നുള്ളൊരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് തന്നെ അങ്ങനെ ഇപ്പോൾ വന്നേക്കാണ്. അല്ലു അർജുന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന പുഷ്പ 2 ഈ മാസം ഡിസംബർ 5-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയൊരു ഗ്രാൻഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു വലിയ സിനിമ തന്നെയാണ്. ഈ മാസത്തെ ഏറ്റവും വലിയൊരു റിലീസ് തന്നെയാണ് പുഷ്പ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഫീലിങ്സ് എന്ന് പറയുന്ന ഒരു പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ട് വെക്കാം. നല്ലൊരു വൈബായിട്ടുള്ളൊരു പാട്ടാണ്. കുറച്ച് ഭാഗം നല്ല രസമുണ്ട്. അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ നല്ല രസമുണ്ട്. സ്റ്റാർട്ടിങ് നല്ല അടിപൊളിയായിട്ടൊക്കെ തോന്നി. ബാക്കിത്തെ കുറേ ഭാഗത്തൊക്കെ എന്തൊക്കെയോ മിസ്സിംഗ് ഉള്ള പോലെ ഉണ്ടെങ്കിലും ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മലയാളം പാട്ട് തന്നെയാണ്. ആൻഡ് ഈ പാട്ടിന്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസം അല്ലു അർജുൻ കേരളത്തിൽ വന്നിരിക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഇത് മലയാളികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു പാട്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ മലയാള സോങ്ങോട് കൂടിയിട്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്ന സമയത്ത് ഈ എല്ലാ ലാംഗ്വേജുകളിലും പുഷ്പ 2 റിലീസ് ചെയ്തിരിക്കുന്ന എല്ലാ ലാംഗ്വേജുകളിലും ഇൻക്ലൂഡിങ് തെലുങ്കിലടക്കം ഈ പാട്ട് വന്നിരിക്കുന്നത് മലയാളം സോങ് ആയിട്ട് തന്നെയാണ്. സോ അങ്ങനെ ഒരു പ്രത്യേകത കൂടി മലയാളികൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ഒരു പാട്ടിനുണ്ട്. ഫീലിങ്സ് എന്ന് പറയുന്ന ഒരു പാട്ടിന്. എന്താണ് നിങ്ങൾക്ക് തോന്നിയത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. എന്തിനാണെങ്കിൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഇതൊരു വലിയൊരു വിജയമായിട്ട് മാറുമോ, മറ്റൊരു KGF ആയിട്ട് മാറുമോ, എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലേക്ക് ചെയ്യുക. വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ടു നാൾ സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.